മെസ്സി ദ ബയോഗ്രഫി. ഡീഗോ മറഡോണയുടെ ചില പ്രധാന വാക്കുകൾ ഈ പുസ്തകത്തിൻ്റെ കവറിലും ആമുഖങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: അർജന്റീന ഫുട്ബോളിൽ എൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്ന കളിക്കാരനെ ഞാൻ കണ്ടു കഴിഞ്ഞു. അവൻ്റെ പേര് മെസ്സി എന്നാണ്. എൻ്റെ പേരക്കുട്ടികളോട് എനിക്ക് ഒരു ദിവസം പറയാം, ഞാൻ ലയണൽ മെസ്സിയെ പരിശീലിപ്പിച്ചിട്ടുണ്ടെന്ന്. മെസ്സി എന്ന ഇതിഹാസ താരത്തെ വളരെ ആഴത്തിൽ അന്വേഷിക്കാനും എഴുതാനും ബാലകിനെ പ്രേരിപ്പിച്ചത് ഇത്തരം വിസ്മയപ്പെടുത്തുന്ന ചില വിലയിരുത്തലുകൾ തന്നെയാണ്. പ്രശസ്ത കായിക മാധ്യമ പ്രവർത്തകനായ ഗില്ലഗ് ബാലേഗ് മെസ്സിയുടെ ഔദ്യോഗിക ജീവചരിത്രത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമാണിത്, മെസ്സി ദ ബയോഗ്രഫി. മെസ്സിയുടെ കുടുംബം, കോച്ചുമാർ, സുഹൃത്തുക്കൾ എന്നിവരുമായി നടത്തിയ വിപുലമായ അഭിമുഖങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ച മെസ്സിയുടെ കഴിവിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കുടുംബം ഏറെ പിന്തുണച്ചിരുന്നു. കുട്ടിയുടെ പന്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം തന്നെയായിരുന്നു അതിനു കാരണം. 11-ാം വയസ്സിൽ മെസ്സിക്ക് GHD ബാധിച്ചു. ആ സമയത്ത് കുടുംബം അനുഭവിച്ച കടുത്ത മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പുസ്തകം വിവരിക്കുന്നുണ്ട്. അപാരമായ ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ സ്പാനിഷ് ക്ലബ്ബായ FC ബാഴ്സലോണ മെസ്സിയുടെ കഴിവ് തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തെ സ്പെയിനിലേക്ക് വിളിക്കുകയും ഒരു കരാറിൽ ഒപ്പിടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ബാഴ്സലോണയുടെ ലാ മാസിയ അക്കാദമിയിൽ മെസ്സി നേരിട്ട ഏകാന്തതയും കഠിനാധ്വാനവുമെല്ലാം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നു. തുടർന്ന് സീനിയർ ടീമിലേക്ക് വരുന്നതും പെപ്പ് ഗോഡിയോള എന്ന കോച്ചിന് കീഴിൽ മെസ്സി ഒരു താരമായി മാറിയതും ഒപ്പം തുടർച്ചയായി നേടിയ ബാലൺ ഡിയോർ പുരസ്കാരങ്ങളും റെക്കോർഡുകളുമെല്ലാം ഈ പുസ്തകത്തിൽ ആഴത്തിൽ പറയുന്നു. മെസ്സി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് സ്വന്തം രാജ്യത്തെ ആരാധകരിൽ നിന്നുള്ള വിമർശനങ്ങൾ തന്നെയായിരുന്നു. ഡീഗോ മറഡോണയുടെ നിഴലിൽ നിന്ന് കളിക്കേണ്ടി വന്നതും തുടർച്ചയായ ഫൈനൽ പരാജയങ്ങളെ തുടർന്ന് നേരിട്ട കുറ്റപ്പെടുത്തലുകളും ഒരു ഘട്ടത്തിൽ വിരമിക്കൽ പ്രഖ്യാപനത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളുമെല്ലാം പുസ്തകത്തിൽ ബാലേഗ് പങ്കുവെക്കുന്നുണ്ട്. പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പിൽ PSG-യിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത മാറ്റവും തുടർന്ന് ഫുട്ബോൾ ലോകം കാത്തിരുന്ന 2022 ഖത്തർ വേൾഡ് കപ്പ് വിജയവും ബാലേഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒടുവിൽ യൂറോപ്യൻ ഫുട്ബോൾ വിട്ട് അമേരിക്കയിലെ ഇന്റർ മിയാമിയിലേക്ക് അദ്ദേഹം ചേക്കേറുന്നുണ്ട്. അതോടുകൂടി ഈ പുസ്തകം പൂർണ്ണമാകുന്നു. അതെ, മെസ്സി, ലയണൽ ആൻഡ്രസ് മെസ്സി. കണ്ണീരിൻ്റെയും പരാജയങ്ങളുടെയും പല അധ്യായങ്ങൾ കഴിഞ്ഞാണ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കിരീടധാരണം ഉണ്ടാകുന്നതെന്ന് മെസ്സി തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു. പ്രായം വെറുമൊരു സംഖ്യ മാത്രമാണെന്നും അടങ്ങാത്ത ആഗ്രഹവും അഭിനിവേശവും ഉണ്ടെങ്കിൽ 39-ാം വയസ്സിലും ലോകം തൻ്റെ കാൽക്കീഴിലാക്കാമെന്നും 2026 ലോകകപ്പിലെ ആ ഇടംകാലൻ ഗോളുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മെസ്സി ഇനിയൊരു ലോകകപ്പിൽ ആ മാന്ത്രിക കാൽപ്പാടുകൾ ഉണ്ടാകുമോ എന്നറിയില്ല. ഹൃദയം നിറഞ്ഞ് എന്നാൽ അതിലേറെ ഭാരത്തോടെ നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ഒരുപക്ഷെ ഒരു യുഗത്തിൻ്റെ തന്നെ അവസാനത്തിലായിരിക്കും. ഫുട്ബോൾ ചരിത്രത്തിൽ എത്ര ട്രോഫികൾ നേടിയെന്നതിലല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് മെസ്സി നൽകിയ ആർജവത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിജയം. തോൽവികളിൽ നിന്ന് ഫിനിക്സ് പക്ഷിയായി ഉയർത്തെഴുന്നേറ്റ ഈ മനുഷ്യൻ നമുക്ക് പറഞ്ഞു തന്നത് സ്വപ്നങ്ങളെ കൈവിടാതിരിക്കാനാണ്. നന്ദി, ഞങ്ങൾക്ക് വേണ്ടി ഫുട്ബോളിൽ ആകാശവിസ്മയം തീർത്തതിന്. ഇനി ആ 10-ാം നമ്പർ ജേഴ്സി ലോകകപ്പിൻ്റെ പുൽത്തകിടിയിൽ നമ്മൾ കാണില്ലായിരിക്കാം, പക്ഷേ മെസ്സി എന്ന ഇതിഹാസ താരം ആരാധകരുടെ ഹൃദയത്തിൽ തീർത്ത കാൽപന്ത് കവിതയ്ക്ക് ഒരിക്കലും അവസാനമുണ്ടാകില്ല. നന്ദി ലിയോ, ഫുട്ബോളിനെ ഇത്രമേൽ മനോഹരമാക്കിയതിന്, അതിർവരമ്പുകളില്ലാതെ ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതിന്, ഫുട്ബോൾ ചരിത്രത്തിൽ താങ്കൾ എഴുതി ചേർത്ത സുവർണ അധ്യായങ്ങൾക്ക് കോടാനുകോടി നന്ദി. ഗില്ലഗ് ബാലേഗ് മെസ്സി അപ്ഡേറ്റഡ് എഡിഷൻ എന്ന് നൽകിയാൽ ആമസോണിൽ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പുകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്.